ചില പ്രൊഡക്റ്റുകൾ ഭയങ്കര ഹെവി കോമ്പറ്റീഷൻ ആയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന അതേ സെഗ്മെന്റുകൾ ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിൽ നിന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ എന്തെങ്കിലും നമ്മൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ സെയിൽ കിട്ടുക. ഞാൻ റീസെന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഒരുപാട് ആൾക്കാർ സാറ്റിൻ പില്ലോ കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ സാറ്റിൻ പില്ലോ കവർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് 2-3 സെല്ലേഴ്സ് എന്ത് ചെയ്തു വെച്ചാൽ അവർ സ്ക്രഞ്ചീസും കൂടെ അതിൻ്റെ കൂടെ ഫ്രീ കൊടുക്കാൻ തുടങ്ങി. സാറ്റിൻ വെച്ചിട്ടാണ് സ്ക്രഞ്ചീസ് ഉണ്ടാക്കുന്നത്. 2 സ്ക്രഞ്ചീസ് 3 സ്ക്രഞ്ചീസ് അതിൻ്റെ കൂടെ ഫ്രീ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫുട്ബോൾ സെയിൽ ചെയ്യുന്ന ഒരു ടീം അവരെന്ത് ചെയ്തു, അതിൻ്റെ കൂടെ ഹാൻഡ് പമ്പ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. അതായത് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്, പക്ഷെ അതിൻ്റെ കൂടെ ഒരു അഡീഷണൽ വാല്യൂ അവർ കൊടുക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് സെയിൽ കൊടുക്കാൻ തുടങ്ങി. അതായത് ഇന്നോവേഷൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ ഇന്നോവേറ്റ് നന്നായിട്ട് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അവരുടെ ഫോട്ടോഗ്രാഫി നിങ്ങൾ നോക്കുക. ആ ഫോട്ടോഗ്രാഫിയിൽ നിന്നും എന്ത് ബെറ്റർ ആയിട്ട്, എന്ത് അട്രാക്റ്റീവ് ആയിട്ട്, ഏത് രീതിയിൽ ചെയ്യാൻ പറ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മൂന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്ന ടൈറ്റിൽ, അവർ ചെയ്തിരിക്കുന്ന കീവേഡ് ഡിസ്ക്രിപ്ഷൻ, അവർ ചെയ്തിരിക്കുന്ന ബുള്ളറ്റ് പോയിന്റ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. ഒരു 4-5 ആൾക്കാരെ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അതിനകത്തുള്ള കീവേഡുകൾ ഒരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് സുസുന്ദരമായിട്ട് നിങ്ങളതായിട്ടുള്ള ബെറ്റർ വേർഷൻ ഓഫ് ടൈറ്റിലും അതേപോലെ തന്നെ കീവേഡുകളും ബുള്ളറ്റ് പോയിന്റ് ചെയ്യാൻ പറ്റും. ചാറ്റ് GPT ഉപയോഗിച്ച് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ടീമിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേസാണ്, നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രൈസിങ്. എത്ര കണ്ടിന്യൂസ് ആയിട്ടാണ് അവർ ഡീൽസ് റൺ ചെയ്യുന്നത്, എത്ര ടൈപ്പ് ഓഫ് കൂപ്പൺസ് ആണ് അവർ ചെയ്യുന്നത്, അതേപോലെ തന്നെ അവരുടെ കോംബോ ഓഫേഴ്സ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കാട്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രൈസിങ് സ്ട്രാറ്റജി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ബിസിനസ് ഗ്രോ ചെയ്യാൻ പറ്റും. ഫൈനലി ഒരു പോയിന്റ് കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അടുത്ത് നിന്ന് പഠിക്കാൻ പറ്റും. മറ്റൊന്നുമല്ല, ഫീഡ്ബാക്സ്. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സെല്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ താഴോട്ട് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് റിവ്യൂസ് കാണാൻ പറ്റും. എന്താണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് കസ്റ്റമർ പറയുന്നത് എന്നുള്ള കാര്യങ്ങളും അതിൻ്റെ ക്വാളിറ്റിനെ കുറിച്ചുള്ള ഏകദേശം ഐഡിയ കിട്ടും. അത് വെച്ചിട്ട് അതിൽ നിന്നും എന്ത് ബെറ്റർ ആകാൻ പറ്റുന്ന രീതിയിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങൾ ഉപയോഗിക്കാം. ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ മാത്രമല്ല, നമുക്കൊരു ബെറ്റർ ലേണിംഗ് കൂടെയാണ് തരുന്നത്. ആ ലേണിംഗ് ഉപയോഗിച്ചിട്ട് ആരാണ് സമർത്ഥമായിട്ട് കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് അവർക്ക് തീർച്ചയായിട്ടും കൂടുതൽ സെയിൽ എന്തായിട്ടും കിട്ടും.